വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോക്ക് ഒരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് ഷോക്കായി. ഞാൻ പ്രതീക്ഷിച്ചൊരു കമൻറ്റാണ്, പലതവണ വന്നതാണ്. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ കമൻറ്റ് വന്നപ്പോൾ തോന്നി എനിക്കതിനൊരു ക്ലാരിഫിക്കേഷൻ, ഒരു മറുപടി പറയണം എന്നുള്ളത്. കമൻറ്റ് ഇങ്ങനെയാണ്: പെണ്ണ് കേസ് എന്തായി എന്നുള്ളത്. ഇത് ഉദ്ദേശിക്കുന്നത് വേറെന്തോ ആണ്, ഒരു ദുസ്സൂചനയോടുള്ളൊരു ചോദ്യമാണ്. അതായത് ഞാൻ ഏതൊരു പെണ്ണ് കേസിൽ പെട്ടു, ആ പെണ്ണ് കേസിൽ പെട്ടതിനാണ് ഞാൻ ജയിലിലായത്. അപ്പോൾ അതെന്തായി എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹമോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പല ആളുകൾക്കും ഞാൻ കുറച്ച് ദിവസം പറയാമല്ലോ, ഞാനിപ്പോൾ അതിൽ മറച്ചു വെക്കുന്നൊന്നുമില്ല. ഞാനൊരു 10-42 ദിവസം ഒരു ജയിൽ വാസം അനുഭവിക്കേണ്ടി വന്നു. ഒരു ചെറിയ കേസ് ഉണ്ടായി. ആ കേസിനെ തുടർന്നാണ് അങ്ങനെ സംഭവിച്ചത്. എന്തിനായിരുന്നു ഈ സംഭവം എന്നുള്ളത് ഞാൻ അങ്ങനെ വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സൂചനയൊക്കെ നൽകിയിരുന്നു. എനിക്ക് പറ്റിയൊരു ഒരു പിഴവ് എന്താണെന്നറിയോ? ആ പിഴവ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. സത്യത്തിൽ സാധാരണ എല്ലാ ബ്ലോഗേഴ്സും അവരെ എന്താ പറയുക, പേഴ്സണൽ പ്രശ്നങ്ങൾ, ചാനലുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ യൂട്യൂബിൽ കണ്ടൻ്റായിട്ട് പറയാറുണ്ട്. ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ദൈനംദിനമായിട്ട് ഞാൻ ചെയ്യുന്ന ഇതൊന്നും ഞാൻ എന്ത് ചെയ്യലില്ല, എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ഒരു കണ്ടൻ്റായിട്ട് പറയലില്ല. വളരെ അപൂർവം ചില കാര്യങ്ങൾ മറ്റെന്തെങ്കിലും സബ്ജക്റ്റ് പറയുന്ന കൂട്ടത്തിൽ ഒന്നും അങ്ങനെ പറഞ്ഞു പോകലുണ്ട്. 2 ചാനലുമായിട്ട് സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പറയലില്ല. സാധാരണ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും, ഒട്ടുമിക്ക എന്നല്ല എല്ലാ യൂട്യൂബേഴ്സും അവരുടെ ചാനലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവരൊരു കണ്ടൻ്റായിട്ട് പറയും, അതൊക്കെ ഒരു വിഷയമായിട്ട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇയാൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, ചാനലിന് ഇന്ന പ്രശ്നമുണ്ട്. എന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞാൽ തന്നെ അത് അയാൾ നേരത്തെ പറഞ്ഞതാണ് പറയും. ഇപ്പോൾ ഞാൻ സബ്ജക്റ്റ് ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു വിചാരിക്കുക. എനിക്ക് ആ കേസ് വന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, ഇപ്പോൾ അങ്ങനെയാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു 1-2 ആഴ്ച എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിലും നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഇത് അയാൾ പറഞ്ഞിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ആകെ പ്രശ്നം. ഞാൻ ആകെ തവണ പറഞ്ഞത് എൻ്റെ മുഖം കാണിക്കാതെ പെരുന്നാളിൻ്റെ സമയത്ത് വീഡിയോ അങ്ങനെ എൻ്റെ വോയിസ് ഓവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരാളങ്ങനെ ചോദിച്ചത്, എന്താണ് ഇപ്പോൾ സാറ് മുഖം കാണിച്ചിട്ട് പ്രത്യക്ഷത്തിൽ വരുന്നില്ലല്ലോ? ഞാനൊരു സൂചന പറഞ്ഞത് ഞാൻ ചില പ്രയാസങ്ങളിലാണ് എന്നൊരൊറ്റ വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കത് വിശദീകരിക്കാൻ നിയമപരമായിട്ട് പാടില്ല. കാരണം അതൊരു കേസായിട്ട് കോടതിയിൽ നിൽക്കുന്നൊരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് വിശദീകരിച്ച് നൽകാൻ ഇപ്പോൾ നിയമപരമായിട്ട് എനിക്ക് പറ്റില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. 3 വർഷം മുൻപ് ഈ ഒരു ചാനലിൽ പറഞ്ഞ എൻ്റെ, അതായത് വിസാൽ മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ തുടക്കകാലത്ത് പറഞ്ഞ ഒരു വീഡിയോ, ആ വീഡിയോയിൽ പറഞ്ഞൊരു സബ്ജക്റ്റിനെതിരെ ഒരു ലീഡ് എന്ത് ചെയ്തു, പരാതി കൊടുത്തു. ഇനി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ ചാനൽ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടൻ്റായിട്ട് പറയാം. അങ്ങനെ കണ്ടൻ്റായിട്ട് പറയുന്നത് എൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കണം ചിട്ടല്ല. നാളെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആളുകൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമല്ലോ. ഇതുപോലെ പെണ്ണ് കേസ് എന്തായെന്നുള്ള ചോദിക്കാനൊരു സാഹചര്യം ഒരിക്കൽ പോലും അത്തരം ഒരു കേസോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സാധാരണ വരാവുന്ന ആ കേസുകളൊന്നുമല്ല. ഏതൊരു മാധ്യമ പ്രവർത്തകനും വരാവുന്ന ഒരു കേസാണ് എൻ്റെ കേസിലും വന്നത്. എന്തായാലും ഞാനിനി തീരുമാനിച്ചു, എന്തുണ്ടെങ്കിലും പേഴ്സണൽ കാര്യങ്ങളും അതേപോലെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പറയണം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആകെ പറഞ്ഞത് എൻ്റെ കണ്ണിനൊരു പ്രശ്നമുണ്ട്, കണ്ണട വെക്കണം, എനിക്ക് കാഴ്ചയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതും ഞാനൊരു കണ്ടൻ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനത് വീഡിയോയിൽ സബ്ജക്റ്റിനിടയിൽ കയറി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ ചാനലിനെതിരെ എന്നെ ശപിക്കുന്നു, പ്രാകുന്നു, വിസാൽ മീഡിയ ആൾ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞൊരാൾ ഭീഷണി. അങ്ങനെ 1-2 സന്ദർഭങ്ങളിൽ മാത്രമാണ് ചാനലിനെ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്നൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ചില യൂട്യൂബേഴ്സൊക്കെ നമ്മൾ അറസ്റ്റിലായ സമയത്ത് അവരുടെ ഓരോരുത്തരുടെ ഊഹങ്ങൾ വെച്ചിട്ട് പല രീതിയിൽ ഇത്രയും ദിവസം ജാമ്യം കിട്ടുക എന്നുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പറയാതെ പോയി എന്നുള്ളതാണ് നമ്മളിലേക്ക് വന്നൊരു ഫോൾട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ തീരുമാനിച്ചു, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചാനലുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഒരു കണ്ടൻ്റായിട്ട് എന്നെ പറയാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, എന്നെ വിമർശിക്കുന്ന ഒരുപാട് പേര്, സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വിളിച്ചു ചോദിച്ചവരുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അങ്ങനെ ആരെങ്കിലും പണം ഞാൻ പറ്റിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മോശം രീതിയിലില്ല. ഏതൊരു മാധ്യമ പ്രവർത്തകനും പറ്റാവുന്ന ഒരു തെറ്റ്, ഒരു വാർത്ത പറയുന്നു, ആ വാർത്തക്ക് ഒരാൾക്ക് എന്താ പറയുക, അപമാനപ്പെടുക അല്ലെങ്കിൽ അപഖ്യാതിയായും തോന്നിയിട്ട് പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായ ഒന്ന് അതാണ് എൻ്റെ കേസിൽ സംഭവിച്ചത്. അപ്പോൾ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന മറ്റു ചില താല്പര്യങ്ങളാണ്. പിന്നെ ഓരോരുത്തർ പറഞ്ഞ് ഇന്ന ആളെ പറഞ്ഞത് കൊണ്ടാണ് ഈ കേസ് വന്നത്. ഒരുപാട് ആളുകൾ മാധ്യമ പ്രവർത്തന മേഖലയിൽ, മാധ്യമ പ്രവർത്തകരല്ലാതെ പണ്ഡിതന്മാരായിട്ട് പോലും പല രീതിയിലുള്ള ആളുകളും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലാത്ത ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകളാണ്. ചില ഇമാമുമാർ അതിൽ കൊല്ലപ്പെട്ടിട്ട് പോലും ഉണ്ട്. നിങ്ങൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ യഥേഷ്ടം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആദ്യത്തെ ഒരാളൊന്നുമല്ല ഞാൻ.
നമ്മൾ മോഷ്ടിച്ചതിനല്ല, ആരെങ്കിലും കൊന്നതിനല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോക്സോ കേസല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൺകുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നൊരു കേസല്ല, ഏതെങ്കിലും പ്രണയം നടിച്ച് ആരെങ്കിലും വലിയ പൈസ പറ്റിച്ചു, അങ്ങനെയുള്ള കേസൊന്നുമല്ല. ഒരു മാധ്യമ പ്രവർത്തന നിലക്ക് നമ്മുടെ കയ്യിൽ വന്ന ഒരു വാർത്ത, ആ വാർത്ത പിന്നീട് കേസാവുന്നു. അത് നമുക്ക് തിരുത്താനൊരു കാരണമായിട്ട് മാറി. ഇന്ന് നമ്മൾ ജാഗ്രത കൊണ്ടാൽ. അപ്പോൾ ഞാൻ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ക്ലാരിഫിക്കേഷൻ, എന്താണ് നമുക്കിങ്ങനെ പറ്റിയത് എന്നുള്ളത് പറയാൻ. പിന്നെ ആ കേസ് സംബന്ധമായിട്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞല്ലോ. അതൊരു കേസിൻ്റെ നിലനിൽക്കുന്ന ഒരു കോടതിയിലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അത് പറയാൻ നിയമപരമായിട്ട് പാടില്ല. നിയമപരമായിട്ട് എനിക്കത് വിശദീകരിക്കാൻ നിയമപരമായിട്ട് പാടില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജയിലിൽ കിടന്നു എന്നുള്ളത് ഞാനൊരു മോശമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമായി എന്ന് ഞാൻ കരുതുന്ന ഒരാളല്ല. എനിക്ക് സത്യത്തിൽ നമ്മുടെ വിസാൽ മീഡിയയെ ആളുകൾ എങ്ങനെ കാണുന്നു എന്ന് തിരിച്ചറിയാൻ ഉപകാരമായി. അൽഹംദുലില്ലാ ഞാൻ പറയാം. നമ്മുടെ ഈ ചാനലിലെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത്, ഏത് കണ്ണിലൂടെയാണ് അവർ കാണുന്നത്, എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നെനിക്ക് ശക്തമായിട്ട് തിരിച്ചറിഞ്ഞു. ഒരു ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഞാൻ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോരുത്തരും വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മളെ വിമർശിക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ തെറ്റുതിരുത്താൻ പറയുന്ന ആളുകളുണ്ട്. എന്തായാലും ഇതൊരു തിരിച്ചറിവാണ്. ഇനി എന്തായാലും ഈ ഒരു പിഴവ് ഞാൻ ആവർത്തിക്കില്ല. എന്തുണ്ടെങ്കിലും നമ്മളതെന്ത് ചെയ്യും, തുറന്ന് പറയും. ഇത് പറയും. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇയാൾ ഇന്ന വിഷയമാണ്. അപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇതിൽ പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം പറയാം. നിലവിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ഒരു PG കോഴ്സ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്താണ് ഈ കേസും കൂട്ടങ്ങളൊക്കെ ഉണ്ടായത്. ഏപ്രിൽ മാസത്തിലുണ്ടായ എൻ്റെ ഇൻറ്റേൺഷിപ്പ് വരുന്നത് മെയ് മാസത്തിലാണ്. കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിലാണ്. ഒരു പക്ഷേ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, കോഴിക്കോട്ടുള്ളൊരു പ്രമുഖ ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ് നിർമ്മല ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഉള്ളത്. ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ദിവസങ്ങളൊക്കെ എൻ്റെ ദിവസങ്ങൾ മെയ് മാസത്തിലായിരുന്നു. ഇപ്പോൾ ജൂണിൽ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾ അറിഞ്ഞാലില്ലെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ കാര്യങ്ങളാണ്, ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി എനിക്ക് ദുആ ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരികളും ഞാൻ കാണാത്ത, ഞാൻ അറിയാത്ത നമ്മുടെ നാടിൻ്റെ നാനാദിക്കുകളിലുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് പേര് അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നു എന്നുള്ളത് അറിയാൻ ഇതൊരു സംഭവമായി. കഴിഞ്ഞ ദിവസം ഞാനൊരു സൂഫി ഗുരുവിൻ്റെ അടുത്ത് പോയി. ആ സൂഫി ഗുരു വടക്കേകാട് ഭാഗത്തുള്ളൊരു സൂഫി ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം ആ സൂഫി ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, നിൻ്റെ കയ്യിൽ വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന ഒരാൾ നീ എന്തിനാണ് ഈ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്? അതുകൊണ്ട് നിനക്ക് അള്ളാഹു നൽകിയ ഒരു എന്താണ്, നിനക്ക് തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി തന്നൊരു ചെറിയൊരു അടിയാണ്. അത് നീ മനസ്സിലാക്കിയിട്ട് നീ നല്ല രൂപത്തിലേക്ക് തിരിച്ചു പോവാ. ഇത് തന്നെയാണ് എൻ്റെ ഉസ്താദുമാരും എന്നോട് പറഞ്ഞത്. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നല്ല രീതിയിലേക്ക് ചാല് മാറണം. ഇപ്പോൾ കേസ് സംബന്ധമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ട് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ എന്നെ അറിയുന്നവർക്കറിയാം നമ്മൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്നോട് പേഴ്സണലി ചോദിച്ച ആളുകൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ മറ്റു ചാനലിൽ കണ്ടവർക്കറിയാം. എന്തായാലും ഈ പെണ്ണ് കേസ് എന്തായിരുന്നു എൻ്റെ ആരും ചിത്രീകരിക്കേണ്ട. അപ്പോൾ ഇതൊരു പക്ഷേ ഞാൻ നേരത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുന്നൊരു സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ഇന്ന് 5 ദിവസം 10 ദിവസം കണ്ടിരുന്നെങ്കിൽ മനസ്സിലാവും, ഇതങ്ങ് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കേസാണ്, മിക്കവാറും അറസ്റ്റിലാവും, ഒരു മാസത്തേക്ക് ഞാൻ വരില്ല, നേരത്തെ പറയാമായിരുന്നു. ആകെ ഞാൻ പറഞ്ഞത് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പെരുന്നാക്കിട്ട വീഡിയോയിൽ ഞാൻ ചില പ്രശ്നങ്ങളിലാണ് എന്ന് മാത്രം പറഞ്ഞപ്പോൾ ഒരു ഉമ്മ എനിക്ക് വിളിച്ച്, എന്താണ് മാഷേ പ്രശ്നം എന്ന്. തിരുവള്ളൂരിലൊരു ഉമ്മ. അപ്പോൾ ആ ഉമ്മയോട് മാത്രമാണ് ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയാതെ പോയതാണ് എൻ്റെ പിഴവ്. ആ പിഴവിന് ഉണ്ടാവില്ല. എൻ്റെ ചാനലുമായി സംബന്ധിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനലിനെ ആളുകൾ എങ്ങനെ കാണുന്നു എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടാക്കാൻ ഇത് സഹായിച്ചു. ഒരുപാട് പേരുടെ സപ്പോർട്ടിന് ഒരുപാട് ഉസ്താദുമാർ, പള്ളികളിലെ പ്രാർത്ഥന, എൻ്റെ നാട്ടിലെ മദ്രസയിലെ സദർ ഉസ്താദ് അടക്കം വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്ത് സഹായങ്ങൾ വേണ്ടതാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സഹായം എൻ്റെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ നമുക്ക് വിളിച്ച് ഇങ്ങോട്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കുടുംബക്കാരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരിൽ നിന്നൊക്കെയുള്ള ഒരു ആശ്വാസവാക്കുകളും സപ്പോർട്ടിങ്ങും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതിനപ്പുറം അതില്ലാത്ത ആളുകൾ പോലും ഒരുപാട് ദിക്കുകളിൽ നമുക്ക് വിളിച്ച് നമുക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞു തന്നത് അവരെങ്ങനെയാണ് വിസാൽ മീഡിയ കാണുന്നത് കൊണ്ടാണ്. അവർക്കറിയാം ഈ പറയുന്നത് പോലെയൊന്നും അല്ല, ഇതിലെന്തോ ഈ രീതിയിൽ പറ്റിയൊരു സംഭവമാണ്, വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പിന്തുണ
ഇനിയും ഉണ്ടാവണം എന്നുള്ളതാണ്. അള്ളാഹു ഉണ്ടാവുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഉണ്ടായത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ചാനലുമായി സംബന്ധിക്കുന്നതിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യാം. നാളെ എന്തെങ്കിലും കാരണവശാൽ ഞാൻ മരണപ്പെട്ടു പോയാൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, മുമ്പ് ഒരു അറ്റാക്ക് വന്ന ഒരാളാണ്, ഇന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് സാധ്യത ഉണ്ടാവുമല്ലോ എന്ന് കരുതാലോ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.